ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഒരു നാടൻ സ്റ്റൈൽ മട്ടൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് പലതരത്തിൽ മട്ടൻ കറി ഉണ്ടാക്കാം. ഇന്നത്തേത് നാടൻ സ്റ്റൈലാണ്. ഇത് നമുക്ക് ചോറിന്റെ കൂടെയോ പലഹാരത്തിന്റെ കൂടെയോ ഒക്കെ ആണെങ്കിലും എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പൊ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ 1 കിലോ മട്ടൺ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഒന്ന് വെള്ളം മാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് സവാളയാ വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ 6 സവാള എടുത്തിട്ടുള്ളത്. അത് ഒരുപാട് വലുതല്ല, ഒരു മീഡിയം സൈസിലുള്ള 6 എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് സ്ലൈസ് ചെയ്ത് വെക്കണം, നീളത്തിൽ കനം കുറച്ചരിഞ്ഞിട്ട്. വലിപ്പം കണ്ടല്ലോ അല്ലെ, ഒരുപാട് വലിയ സവാള കിട്ടും. അതാണെങ്കിൽ ഈ 6 ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മൾ കുക്കർ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ നാടൻ സ്റ്റൈൽ കറികൾ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം, അതാണ് ടേസ്റ്റ്. അതിലേക്ക് നമ്മൾ കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന സവാളയില്ലേ, അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ലതുപോലെ വഴറ്റണം. ഇത് ശരിക്കും പറഞ്ഞാൽ എത്രത്തോളം വഴറ്റാവോ അത്രയും നല്ലത്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് പെട്ടെന്ന് തന്നെ ആക്കി കഴിഞ്ഞാൽ ഇതിന്റെ ആ ഒരു നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അപ്പം കുറച്ച് തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നല്ലതുപോലെ വഴണ്ടി വരട്ടെ. അപ്പൊ ഇതിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടൈമില്. ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ചെറിയ ഉള്ളി ഇപ്പം അത് വൃത്തിയാക്കി എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സവാള മാത്രം ആഡ് ചെയ്താലും മതി. പക്ഷെങ്കിൽ നമ്മൾ നാടൻ സ്റ്റൈലിൽ കറി ഉണ്ടാക്കുമ്പോഴത്തേക്കിനും ചെറിയ ഉള്ളി എത്രത്തോളം ആഡ് ചെയ്യാവോ അത്രയും നല്ലതാണ്. ഒരു 10-30 എണ്ണമൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ ഇവിടെ ഞാൻ ഒരു 20-25 ചെറിയ ഉള്ളിയൊക്കെയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് നല്ലതുപോലെ ഇത് രണ്ടും കൂടി നല്ലതുപോലെ വഴണ്ട് വരട്ടെ കേട്ടോ. അപ്പൊ അതിന്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലൊക്കെ ആവും. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് ഉള്ളി നോക്കുമ്പോഴത്തേക്കിനും കാണാനും പറ്റും അത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എത്ര സമയം ചെറിയ തീയിലിട്ട് അതിനെ വഴണ്ട് അതിന്റെ ആ ഒരു നല്ല സോഫ്റ്റ് ആയിട്ട് അങ്ങ് വരുന്നോ അത്രത്തോളം നല്ലതായിരിക്കും ഈ ഒരു കറി. ഇനി അതിലേക്ക് നമ്മൾ പച്ചമുളക് ചതച്ചത് ഒരു 5 ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് അതിനെ നമ്മൾ മിക്സിയിലിട്ടൊന്നും ചതക്കുന്നില്ല കേട്ടോ. ചെറുതായിട്ട് കല്ലിൽ വെച്ച് ചെറുതായിട്ടൊന്നും ചതച്ചത് അത് 5 ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് വെളുത്തുള്ളി ഒരു 10-15 അല്ലിയും പിന്നെ ഇഞ്ചി ഈ ഒരു വലിപ്പത്തിലും ഇത് രണ്ടും കൂടെ എടുത്തിട്ട് ഇതിനെയും ഒന്ന് നല്ലതുപോലെ ചതച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിന്റെ പച്ചമണം മാറുന്നത് വരെ അത് ഈ എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ. ഇതിന്റെയും പച്ചമണമൊക്കെ മാറി അതിന്റെ കളറൊക്കെ ഒന്ന് മാറി എല്ലാം ആ ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലായി. അതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്ന സാധനങ്ങളുടെ ഒക്കെ ആ ഒരു ടെക്സ്ചർ നല്ല സോഫ്റ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കിനും നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഇതിൽ നമ്മൾ പൊടികൾ ആഡ് ചെയ്യുന്നത് മല്ലിപ്പൊടിയാണ് ആദ്യം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതൊരു 4 ടേബിൾ സ്പൂൺ ആണ് മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഒക്കെ മതി. മുളക് പൊടി നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ മതി. 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഹോം മെയ്ഡ് ഗരം മസാലയാണ്. അപ്പം അതും കൂടെ ആവുമ്പോഴത്തേക്കിനും ആണ് അതിന്റെ ഒരു ഓതന്റിക് ടേസ്റ്റ് നമുക്ക് ഈ കറിക്ക് കിട്ടുന്നത്. എടുത്തേക്കുന്ന 2 ടേബിൾ സ്പൂൺ കുരുമുളകാണ്. ആ പച്ച കുരുമുളക് ഒന്ന് ചതച്ചിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പം കൂടുതലായിട്ടും എരിവ് എന്ന് പറയുന്നത് വരുന്നത് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത് കൊടുത്ത 5 പച്ചമുളകും പിന്നെ 2 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചെടുത്തതും കൂടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ തന്നെ മനസ്സിലായി കാണുമല്ലോ അതിന്റെ ഒരു ടേസ്റ്റ് എന്തുകൊണ്ടാണ് വ്യത്യാസമായിട്ട് വരുന്നതെന്ന്. അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ ഈ പൊടികളൊക്കെ ആഡ് ചെയ്തതിനു ശേഷം ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്നതായിട്ട് തോന്നിയാല് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ 2 ടൊമാറ്റോ ഇല്ലേ, ഇതൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് ഇതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ടൊമാറ്റോ പേസ്റ്റ് ആക്കിയപ്പോൾ നമ്മൾ അല്പം പോലും വെള്ളം ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. വെള്ളം ഒട്ടും ആഡ് ചെയ്യാതെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് അതിന്റെ ഒരു പച്ചമണം ഒന്ന് മാറട്ടെ. നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മട്ടൺ ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മട്ടൺ ആഡ് ചെയ്തിട്ട് മസാല അതിലേക്ക് നല്ലതുപോലെ ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്കൊരു ഗ്രേവി ആയിട്ടൊക്കെയാണ് കിട്ടേണ്ടതെങ്കിൽ അതിലേക്ക് നമുക്കൊരു 2 കപ്പ് വെള്ളം ആഡ് ചെയ്യാമേ. ഇനി ഒട്ടും ഗ്രേവി വേണ്ട, നല്ലതുപോലെ പുരണ്ടിരിക്കുന്നത് പോലെയൊക്കെ മതി എന്നുണ്ടെങ്കിൽ 1/2 കപ്പോ 1/4 കപ്പോ മാത്രം വെള്ളം ഒഴിച്ചാലും മതി.
നമ്മൾ വെള്ളം മാലാനായിട്ട് കുറച്ചു നേരം വെക്കുകയും കൂടെ ചെയ്യുന്നത് കാരണം ഒരുപാട് വെള്ളം ഒന്നും ഈ മട്ടണിലാണെങ്കിലും ബീഫിലാണെങ്കിലും ഒന്നും ഇറങ്ങത്തില്ല. പിന്നെ ഈ ടൈപ്പിൽ നമ്മൾ കറി ഉണ്ടാക്കുന്നത് മട്ടൺ ഉണ്ടാക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കേട്ടോ. ഞാൻ ഈ സെയിം മെത്തേഡ് ഫോളോ ചെയ്തിട്ട് ബീഫ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അത് ഈ മട്ടൺ ഉണ്ടാക്കുന്നതിന്റെ അത്രയും ഒരു ടേസ്റ്റ് ബീഫിൽ കിട്ടിയില്ല ഈ ഒരു ടൈപ്പിലെ. ജസ്റ്റ് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം നമ്മളൊരു 1/4 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇത് ആക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഭയങ്കര തിക്കായിട്ടുള്ള ഗ്രേവി ഉള്ള ഒരു കറി ആയിരിക്കും കേട്ടോ കിട്ടുന്നത്. അപ്പൊ ഇവിടെ ഞാൻ കുറച്ച് ഗ്രേവിയും കൂടെ ഉള്ള രീതിയിലാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ 2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ചൊക്കെ ഒന്ന് വരുമ്പോഴത്തേക്കിനും അടച്ചു വെച്ചിട്ട് കുക്കറിന്റെ, നമ്മളിപ്പോ കുക്കറിലാണല്ലോ വെക്കുന്നത്, കുക്കറിന്റെ വിസിലിട്ടിട്ട് അതില് 4 വിസിൽ വരട്ടെ കേട്ടോ. മീഡിയം ഫ്ലെയിമില്, ഹൈ ഫ്ലെയിം അല്ല, മീഡിയം ഫ്ലെയിമില്. അപ്പൊ മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കിനും ഇതിന്റെ വേവ് ഒക്കെ നല്ല പാകമായിട്ടുണ്ടാവും. അപ്പൊ അത്രേ ഉള്ളൂ പണി. അത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് അതിൽ കറി ലീവ്സും അതേപോലെ തന്നെ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത്രേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇത്. ഏത് ചോറിന്റെ കൂടെ ആണെങ്കിലും അല്ലെങ്കിൽ പലഹാരത്തിന്റെ കൂടെയൊക്കെ ആണെങ്കിലും നല്ല കിഡ് കോമ്പിനേഷൻ ആയിരിക്കും. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടമാകും. അതേപോലെ തന്നെ ഈ ഒരു നോൺ വെജ് റെസിപ്പി അല്ലാതെ ഇതിനു മുന്നേ ഒരുപാട് നോൺ വെജ് റെസിപ്പീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെയൊക്കെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. പിന്നെ അതേപോലെ ചിക്കൻ റെസിപ്പീസും മട്ടൺ, ബീഫ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഡിഫറെന്റ് പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എപ്പോഴെങ്കിലും സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് റെസിപ്പിയാണ് വേണ്ടത് അതും എൻ്റെ ചാനലിന്റെ നെയിമും കൂടെ അടിച്ചു കൊടുത്താൽ ഒന്നെങ്കിൽ ആ റെസിപ്പീസ് കിട്ടും. ഇനി അതല്ല, ഏതൊക്കെ ഡിഫറെന്റ് ടൈപ്പാണുള്ളതെന്ന് കാണാനായിട്ട് പ്ലേലിസ്റ്റിൽ പോയാൽ അവിടെ ചിക്കൻ റെസിപ്പീസ്, മട്ടൺ റെസിപ്പീസ്, ബീഫ് റെസിപ്പീസ് എന്നൊക്കെ പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനകത്തുനിന്ന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ ഇത് ഇഷ്ടമാകുമെന്ന് തോന്നുന്ന ഫ്രണ്ട്സിനോ ഫാമിലിക്കോ അങ്ങനെയുള്ളവർക്കൊക്കെ ഉടനെ ഷെയർ ചെയ്യുക. അപ്പം അവർക്കും ട്രൈ ചെയ്ത് നോക്കാലോ. അപ്പോൾ നമ്മളുടെ വീഡിയോസ് ഒക്കെ ഇതുവരെയും കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീഡിയോസ് ഒക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിക്ചേഴ്സ് അയച്ചു തരിക. ഇനിയുള്ള വീഡിയോസിൽ ആ ട്രൈഡ് പിക്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ടാകും കേട്ടോ. ഇവിടെ ഞാൻ പുട്ടിന്റെ കൂടെയാണ് ഈ ഒരു നാടൻ സ്റ്റൈൽ മട്ടൻ കറി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടിന്റെ കൂടെ ഈ ഒരു നാടൻ സ്റ്റൈൽ മട്ടൻ കറി അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കിനും കണ്ടോ അതിന്റെ ഒരു കളറും ഒക്കെ നല്ല ചേഞ്ച് ആയിട്ടുണ്ട്. അതിന്റെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലതുപോലെ പൊടികളൊക്കെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ അതിനെ ചെറിയ തീയിലിട്ട് ഇങ്ങനെ വഴറ്റി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതേപോലെ തന്നെ കുരുമുളക് ഇങ്ങനെ ചതച്ചിട്ടായിരുന്നു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കൂടി ആയപ്പോഴത്തേക്കിനും ആ ഒരു റെഡ് അല്ല, കുറച്ചും കൂടെ ഒരു ബ്രൗണിഷ് ഷെയ്ഡിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ ഇത്രയും കൂടെ ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ 1 കപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 1/2 കപ്പോ 1/4 കപ്പോ ഒക്കെ ആഡ് ചെയ്താലും മതി കേട്ടോ. ഈ ഒരു കോമ്പിനേഷൻ ശരിക്കും കിട്ടുമായിരിക്കും. എനിക്കിത് കൂടുതലും ഇഷ്ടമായിട്ടുള്ളത് പലഹാരത്തിന്റെ കൂടെ, അതേപോലെ പുട്ട്, ഇടിയപ്പം അതിന്റെയൊക്കെ കൂടെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.